നേന്ത്രപ്പഴം വെച്ച് 5 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടി ഉണ്ടാക്കിയാലോ? എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. പഴം നന്നായി തൊലി കളഞ്ഞതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഒരു പഴം നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചിട്ട് പഴം നന്നായി ഒടിച്ചെടുത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ പഴം ഒടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പശുമ്പാൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് മൈദയും ചേർക്കുന്നുണ്ട്. മൈദ നമുക്ക് പാകം നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് മൈദ ആണ് എടുത്തത്. അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഞാനിവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ ഒരു മാവ് നമുക്ക് കിട്ടും. പിന്നെ ഞാനൊരു പിടി തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ സ്പൂൺ ഉപയോഗിച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഒരുപാട് കട്ടിയാവാൻ പാടില്ല കേട്ടോ. ഈ ഒരു മാവ് സ്പൂൺ വെച്ച് കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ വേണം ഉണ്ടാവാനായിട്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ട് ഈ ഒരു സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ആ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ സ്പൂണിൽ കോരി ഒഴിക്കുന്നത് കൊണ്ട് സ്പൂൺ പഴംപൊരി എന്നാട്ടോ ഇത് അറിയപ്പെടുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ തിരിച്ചും മറിച്ചും നന്നായി എന്ത് ചെയ്യുക, ഈ 2 സൈഡ് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ചും കൂടെ ഫ്ലഫി ആയിട്ട് കിട്ടണമെങ്കിൽ മാവ് തയ്യാറാക്കുന്ന സമയത്ത് കോഴിമുട്ട ചേർക്കുക കേട്ടോ. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ റെസിപ്പി കണ്ടത്. ഉണ്ടാക്കി നോക്കിയ സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ ഇത് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്യണേ.